ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിന്നുവിൻ്റെ കോളേജ് മാറ്റുന്നതിനെ കുറിച്ച് ചിന്നുവിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചന്ദ്ര അങ്ങനെ വിജയശങ്കറിനോട് ചോദിക്കുകയാണ്. വിജയശങ്കർ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ചിന്നുവിനോട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്, അവൾ എന്താണെങ്കിലും തീരുമാനിക്കട്ടെ എന്ന് പറയാണ്. ചന്ദ്ര അപ്പോൾ പറയുന്നുണ്ട്, ചിന്നു അതിനൊന്നും സമ്മതിക്കില്ല, ആ കോളേജൊന്നും മാറാൻ പോകുന്നില്ല. അവൾ അപ്പം തന്നെ അർച്ചനയെ വിളിച്ചിട്ടുണ്ടാവും, അർച്ചന അത് ജെയ്ക്കയോടും പറഞ്ഞിട്ടുണ്ടാവും, ജെയ്ക്ക് അതറിഞ്ഞതും പറഞ്ഞിട്ടുണ്ടാവും, തനിക്ക് പിറക്കാതെ പോയ മോളാണ് ചിന്നു എന്നും ആ കോളേജിൽ നിന്ന് മാറിയാൽ തന്റെ ഹൃദയം തകർന്നു പോകുമെന്നൊക്കെ ജെയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. എല്ലാം കേട്ടാൽ അർച്ചനയ്ക്ക് താങ്ങാനാവോ? ഇതെല്ലാം കേട്ടതിനു ശേഷം അർച്ചന അപ്പം തന്നെ ചിന്നുവിനെ വിളിക്കും. എന്തായാലും ജെയ്ക്ക് പറഞ്ഞതൊന്നും പറയില്ല. ചിന്നുവിന്റെ ഭാവി കളയാൻ വേണ്ടി ഞാനും നിങ്ങളും ചേർന്ന് എന്തോ പദ്ധതി നടപ്പിലാക്കണമെന്ന് അർച്ചന ചിന്നുവിനെ പറഞ്ഞു മനസ്സിലാക്കും. അർച്ചന ചേർത്ത കോളേജിൽ നിന്ന് ചിന്നുവിനെ മാറ്റിയാൽ അത് അവളുടെ അഭിമാനത്തെ ബാധിക്കും. അതോടെ എന്തായാലും ചിന്നും ഇതൊന്ന് പിന്മാറുമെന്ന് ചന്ദ്ര അങ്ങനെ വിജയശങ്കറിനോട് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചിന്നു വരുന്നുണ്ട്. ചിന്നു എന്നിട്ട് വിജയശങ്കറിനോട് പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചെന്ന് പറയുമ്പോൾ ചന്ദ്ര എടുത്ത വായിക്ക് ചോദിക്കുന്നുണ്ട്, എന്താ അർച്ചനയെ വിളിച്ച് തീരുമാനം ചോദിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഞാൻ അമ്മയെ വിളിച്ചില്ല, ഇപ്പോഴത്തെ കോളേജും അവിടുത്തെ അന്തരീക്ഷമൊക്കെ എനിക്ക് ഇഷ്ടമാണ്, നല്ല ടീച്ചേഴ്സാണ് അവിടെ, എനിക്ക് നല്ല കുറേ ഫ്രണ്ട്സുമുണ്ട്. അച്ഛനൊരു കാര്യം എന്നോട് പറഞ്ഞിട്ട് അത് കേൾക്കാതിരുന്നാൽ അച്ഛൻ എന്നോട് ദേഷ്യമാവോ എന്നങ്ങനെ ചിന്നു ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, മോളോട് എനിക്ക് ദേഷ്യമൊന്നും തോന്നില്ല, പക്ഷേ വിഷമാവും, അതിന്റെ കാരണം മോൾക്ക് തന്നെ അറിയാമല്ലോ അങ്ങനെ പറയാണ്. ചന്ദ്രപ്പ പറയുന്നുണ്ട്, നിങ്ങൾ ദേഷ്യപ്പെട്ടാലും വിഷമിച്ചാലൊന്നും ഇവൾക്കൊന്നുമില്ല വിജയേട്ടാ എന്നങ്ങനെ പറയുന്നതും ചിന്നു പറയുന്നുണ്ട്, എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അച്ഛൻ സങ്കടപ്പെടുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും വേണ്ട, എനിക്ക് സമ്മതമാണ്, ഇവിടെ നിന്നും TC വാങ്ങിച്ച് വേറെ കോളേജിലേക്ക് പോവാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് ചിന്നു പറയുന്നതും വിജയശങ്കറിന് അത് കേട്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. എന്നാൽ ചന്ദ്രയ്ക്ക് അതൊട്ടും തന്നെ ഇഷ്ടാവുന്നില്ല. വിജയശങ്കർ എന്നിട്ട് ചിന്നുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇപ്പൊ അച്ഛന് സന്തോഷായി മോളെ എന്നങ്ങനെ പറയാണ്. ചിന്നു അപ്പൊ ചോദിക്കുന്നുണ്ട്, ഏത് കോളേജാണെന്ന് അച്ഛൻ പറഞ്ഞാൽ മതി, നമുക്ക് അവിടെ ചേരാമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇപ്പൊ എന്താണ് ആലോചിക്കാനുള്ളത്, ഗവൺമെന്റ് കോളേജിൽ ചേരാം, എനിക്ക് നല്ല പഠിപ്പും ഉണ്ടാവും, ചെലവും കുറവാണെന്ന് പറയുമ്പോൾ വിജയശങ്കറിന് ദേഷ്യം വരികയാണ്. വിജയശങ്കർ അപ്പൊ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് +2 ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തിയാൽ നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വരികയാണ്. കോളേജ് പോലെയാണോ സ്കൂള്, അത് കൊള്ളാം, ഈ ഗവൺമെന്റിലൊന്നും ചേർക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, മക്കളുടെ പഠന കാര്യം ഞാൻ നോക്കിക്കോളാം, ഈ അതിൽ ഇടപെടണ്ട എന്ന് പറയാണ്. പിന്നീട് വിജയശങ്കർ ചിന്നുവിനോട് പറയുന്നുണ്ട്, ഒരു പ്രശ്നമുണ്ട് മോളെ, നിന്നെ കോളേജിൽ ചേർത്തത് അർച്ചനയാണ്, അതുകൊണ്ട് അവൾ കോളേജിൽ വന്ന് അപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമാണ് അവിടുന്ന് TC കിട്ടുള്ളൂ, അച്ഛൻ എന്തായാലും ഇതിന് തയ്യാറാവില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിജയശങ്കർ അങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അച്ഛൻ അതിന് തയ്യാറാവില്ല, അതെനിക്ക് ഉറപ്പാണ്, നിങ്ങൾ വെറുതെ നാണം കെടണ്ട എന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അമ്മയോട് ഞാൻ സംസാരിക്കാം, ഞാൻ അമ്മയെ കാണാം, അച്ഛൻ സമാധാനമായി ഇരിക്കുകയെന്ന് ചിന്നു അങ്ങനെ വിജയശങ്കറിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് ടൗണിൽ ചിന്നു അർച്ചനയെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചന വരുന്നുണ്ട്. ചിന്നു, നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്, നീ ആരുടെ കൂടെയാണ് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ് അമ്മയെ വന്നത്, കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ എന്ന് പറയാണ്. അർച്ചന അപ്പൊ ചോദിക്കുന്നുണ്ട്, അതിന് ഈ വെയിലത്ത് നിൽക്കണോ, നിനക്ക് അമ്പാട്ടിലേക്ക് വരാമായിരുന്നില്ലേ, ഇനിയിപ്പോ അങ്ങോട്ടേക്ക് വരില്ലെന്നുണ്ടോ, ഇന്നിപ്പോ ഈ വഴിക്കല്ല വന്നിരുന്നെങ്കിലോ, ശരി അതൊക്കെ പോട്ടെ, നീ എന്തിനാണ് എന്നെ കാത്തു നിന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ നോ എന്ന് പറയരുത്, എനിക്ക് ആ കോളേജിൽ നിന്ന് മാറണം, ഇനി അവിടെ പഠിക്കണ്ട, എന്നെ വേറെ കോളേജിൽ ചേർക്കണം, ക്ലാസ്സുകളൊന്നും ഇപ്പോൾ റെഗുലർ അല്ല, പിന്നെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നുമില്ല എന്നങ്ങനെ ചിന്നു പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ഏത് സബ്ജക്റ്റാണ് നിനക്ക് മനസ്സിലാവാത്തത്, നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രിൻസിപ്പളോട് സംസാരിക്കാമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഇനി ഇത് വലിയ ഇഷ്യൂ ഒന്നും ആക്കണ്ട, എനിക്ക് ആ കോളേജിൽ നിന്ന് മാറിയാൽ മതി എന്നങ്ങനെ ചിന്നു തന്റെ തീരുമാനം പറയുമ്പോൾ അർച്ചന വീണ്ടും ചോദിക്കുന്നുണ്ട്, നിനക്കാണോ അതോ മറ്റാർക്കെങ്കിലും ആണോ ആ കോളേജും അവിടെ പഠിക്കുന്നതും ശരിയല്ലാത്തത്, മോളെ നിനക്കറിയോ, നിന്നെ ക്ലാസ്സിൽ ചേർത്ത സമയത്ത് തന്നെ അവിടെ ഫുൾ ഫീസ് അടച്ചിട്ടാണ് നിന്നെ ചേർത്തത്, ഇനിയിപ്പോ അവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞാൽ ആ ക്യാഷ് ഒന്നും തിരിച്ചു കിട്ടില്ല, വലിയൊരു തുകയാണ് ഞാൻ അവിടെ അടച്ചത്, ഫീസ് അടയ്ക്കാൻ സമയമാവുമ്പോൾ ഫീസ് അടയ്ക്കാൻ എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ലെന്ന് കരുതിയാണ് ഞാൻ അന്ന് മുഴുവൻ ക്യാഷ് അടച്ചത്, ഇനിയും അത്ര ക്യാഷ് നഷ്ടപ്പെടുത്തണോ, മോളെ ആരെയെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയോ ആരോടെങ്കിലുമുള്ള വിരോധം കാരണമാണ് നിന്റെ ഈ ആവശ്യമെങ്കിൽ ഇതിന് ആ കോളേജ് വിട്ടുപോകുകയല്ല വേണ്ടത്, പകരം അവിടെ തന്നെ നിന്ന് പഠിച്ച് ഏറ്റവും നല്ല മാർക്ക് വാങ്ങി നമ്പർ 1 ജയിക്കുകയാണ് വേണ്ടത്, ഇതിലാണ് നീ വാശി കാണിക്കേണ്ടത്, അതുകൊണ്ട് ഈ കാര്യം നീ അങ്ങ് മറന്നേക്ക്, പറഞ്ഞത് മനസ്സിലായോ നിനക്ക് എന്ന് അർച്ചന അങ്ങനെ ചോദിക്കുമ്പോൾ ചിന്നു ആകെ സങ്കടപ്പെട്ടുകൊണ്ട്, എന്നാ ശരി ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും ചിന്നു പറയുന്നുണ്ട്, വേണ്ട ഞാൻ പോയിക്കോളാമെന്ന്.
അച്ഛനപ്പ ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്നോട് പിണങ്ങിയാണോ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചിന്നു അമ്മയ്ക്ക് സുഖമാണല്ലോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. നിമിഷം രണ്ടുപേരും ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ചിന്നു അങ്ങനെ അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്റെ മകൾ തന്നിൽ നിന്നും പോകുന്നത് നോക്കിക്കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അർച്ചന കോളേജ് മാറാൻ പറ്റില്ലെന്ന് ചിന്നുവിനോട് പറഞ്ഞ കാര്യങ്ങൾ ചിന്നു വീട്ടിൽ വന്ന് വിജയ് ശങ്കറിനോടും ചന്ദ്രയോടും പറയുന്നുണ്ട്. ചന്ദ്ര ഇതെല്ലാം കേട്ടുകൊണ്ട് വിജയ് ശങ്കറിനോട് സംസാരിക്കുകയാണ്. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു അർച്ചന ഇതിന് സമ്മതിക്കില്ലെന്ന്. അച്ഛൻ എന്തായാലും JK പിണക്കില്ല. JK മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അച്ഛൻ എന്തിനാണ് എപ്പോഴും JKയോട് ഒട്ടി നിൽക്കുന്നത്? ഞങ്ങളുടെ വിവാഹം ഒഴിഞ്ഞതാണ്, പക്ഷേ JK ഡിവോഴ്സ് ആയിട്ടില്ല. നിലവിൽ ഒരു സ്ത്രീയുടെ ഭർത്താവാണ് അയാള്. ഇരിക്കെ അയാളോട് ഒരു ബന്ധം വെച്ചു പുലർത്തുന്നത് നല്ലതാണോ? അയാളുടെ പുസ്തകങ്ങളോടുള്ള ആരാധനയാണെങ്കിൽ പുസ്തകങ്ങളെ സ്നേഹിച്ചാൽ പോരെ, എന്തിനാണ് അയാളെ സ്നേഹിക്കുന്നത് എന്നെല്ലാം ചന്ദ്ര അങ്ങനെ വിജയ് ശങ്കറിനോട് ചോദിക്കുകയാണ്. എന്നാൽ ഇതൊന്നും കേട്ട് വിജയ് ശങ്കറിന് അത്ര പിടിക്കുന്നില്ല. വിജയ് ശങ്കർ എന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, മതി, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല. ആ കോളേജ് പ്രിൻസിപ്പൽ ഒരു ലേഡിയാണ്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും TC വാങ്ങിച്ചെടുത്തേനെ. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് TC കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഈ കാര്യത്തിൽ നിന്ന് ഞാൻ അങ്ങനെയൊന്നും പിന്മാറില്ല. കോളേജ് മാറാൻ ചിന്നുവിന് താല്പര്യമുണ്ട്, അതാണ് എന്റെ പിടിവള്ളി. എങ്ങനെയെങ്കിലും ഞാൻ ഇത് നടത്തിയെടുക്കുമെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അച്ഛനയെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ചിട്ട് നമുക്ക് ഈ കാര്യം നടത്തിയെടുക്കണം. നിങ്ങൾ ഇതൊരു വാശിയായി തന്നെ എടുക്കണം. അങ്ങനെയെങ്കിലും അർച്ചനയുടെ മുന്നിൽ നമുക്ക് ജയിക്കണം എന്നങ്ങനെ ചന്ദ്ര പറയുകയാണ്. അതിനുശേഷം ചന്ദ്രയും മഞ്ജുവും തമ്മിൽ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. മഞ്ജു ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അർജന്റായിട്ട് ചേച്ചിയെന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. ചന്ദ്രപ്പ പറയുന്നുണ്ട്, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്കറിയോ മഞ്ജു? നാളെയാണ് അച്ചുവിന്റെ കേസ്. അവനെ രക്ഷിക്കാൻ വേണ്ടി അർച്ചന എന്തും ചെയ്യും. ഒക്കെയോ നീക്കങ്ങൾ അവൾ നടത്തുന്നുണ്ട്. എന്തായാലും അതൊന്നും നടക്കരുത്. ഇതിനുവേണ്ടി മഞ്ജു എനിക്കൊരു സഹായം ചെയ്യണം. നാളെ അർച്ചന കോടതിയിൽ എത്തരുത് പറഞ്ഞുകൊണ്ട് ചന്ദ്ര തന്റെ പേഴ്സിലുള്ള ഒരു മരുന്ന് ഡപ്പിയെടുത്ത് മഞ്ജുവിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് നാളെ പ്രയോഗിക്കാനുള്ള ആയുധം. ഒരു മരുന്നാണ് ഇത്. നാളെ അർച്ചനയുടെ വയറ്റിലെത്തണം. ഏറെ കേടാവുന്ന സാധനമൊന്നുമല്ല ഇത്. ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ നേരം ഒന്നും അറിയില്ല. കുറച്ചു കഴിഞ്ഞാൽ ശരീരമെല്ലാം ചൊറിയാൻ തുടങ്ങും. ചിലപ്പോൾ ഒന്ന് തല ചുറ്റും. ആന്ത് പിടിച്ച അവസ്ഥയായിരിക്കും. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോൾ മഞ്ജുവിന് പേടിയാവുകയാണ്. അല്ല, ഡോക്ടർ പരിശോധിക്കുമ്പോൾ ശരീരത്തിലെത്തിയ ഈ മരുന്നിന്റെ കാര്യം ഡോക്ടർ കണ്ടുപിടിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അല്ല, ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അലർജിയാണെന്നേ തോന്നൂ. ബ്രേക്ക്ഫാസ്റ്റിൽ കലർത്തി അർച്ചനയ്ക്ക് ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ ചന്ദ്ര ആ മരുന്ന് മഞ്ജുവിന് കൊടുക്കുകയാണ്. മഞ്ജു ആ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ശരി ചേച്ചി, ഈ ദൗത്യം എന്തായാലും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. അതിനുശേഷം അമ്പാട്ടിലാണെങ്കിൽ രുക്കു വേഗം തന്നെ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ട് കഴിക്കുകയാണ്. വക്കീല് വരുമ്പോഴേക്കും എന്തായാലും കഴിച്ചു തീർക്കാം, ഇല്ലെങ്കിൽ വക്കീലിനും ഷെയർ ചെയ്യേണ്ടി വന്നാലോ എന്ന് പറഞ്ഞുകൊണ്ട് രുക്കു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അർച്ചന അങ്ങോട്ടേക്ക് വരുന്നത്. അർച്ചന എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, നല്ല വിശപ്പ്, അല്ലെങ്കിൽ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ഫുഡ് എടുക്കാനായി പോകുന്നതും ഒന്നും തന്നെ ഉണ്ടാവില്ല. അർച്ചന ഇപ്പൊ ചോദിക്കുന്നു, ഇന്നെന്താ ഫുഡൊന്നും വെച്ചില്ലേ രുക്കു എന്ന്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, രമ്യേച്ചിക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും വെച്ചിട്ടുണ്ടാവില്ല എന്ന് പറയാണ്. അച്ഛനപ്പ ചോദിക്കുന്നുണ്ട്, രുക്കു അപ്പൊ എങ്ങനെയാണ് കഴിക്കുന്നത്? പുറത്തു നിന്നും ഓർഡർ ചെയ്ത് വരുത്തിയതാണോ എന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, അർച്ചനേച്ചി ഓർഡർ ചെയ്ത് വരുത്തിക്കോളൂ, 1 മണിക്കൂറിനകം ഫുഡ് എത്തുമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഏയ് വേണ്ട, എനിക്കത് ശരിയാവില്ലെന്ന് പറഞ്ഞ് ഫ്രിഡ്ജ് തുറന്ന് ഇതിലെന്തേലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഫ്രിഡ്ജിൽ ബ്രെഡ് മാത്രമാണുള്ളത്. അർച്ചന ശരി, വിശപ്പടക്കാൻ എങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ബ്രെഡ് എടുത്ത് കഴിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നുണ്ട്. നീ എങ്ങോട്ടാണ് പോയതെന്ന് മഞ്ജുവിനോട് അർച്ചന ചോദിക്കുകയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, ഞാൻ സ്റ്റിച്ചിങ് സെന്റർ വരെ പോയതാണ് എന്നങ്ങനെ പറയാണ്. അർച്ചന അപ്പൊ ചോദിക്കുന്നുണ്ട്, മഞ്ജു എന്തെങ്കിലും കഴിച്ചിരുന്നോ? എന്താ ഇവിടുത്തെ മെസ്സ് അവധിയായിരുന്നോ? കുറച്ച് ചപ്പാത്തിയെങ്കിലും ഉണ്ടാക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എനിക്കൊന്നും വേണമെന്ന് തോന്നിയില്ല ചേച്ചി, അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ് വേഗം തന്നെ റൂമിലേക്ക് പോവുകയാണ്. റൂമിന്റെ വാതിൽ അടച്ചുകൊണ്ട് ബാഗിൽ നിന്ന് പുറത്തു നിന്ന് വാങ്ങിച്ചിട്ട് വന്ന ചിക്കനും പൊറാട്ടയും എടുത്ത് ആരും കാണാതെ അങ്ങനെ മഞ്ജു കഴിക്കുകയാണ്. അങ്ങനെ വൈകിട്ട് രുക്കു വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചന വരുന്നുണ്ട്. അർച്ചന എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, അച്ചുവിന് വേണ്ടി രുക്കുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വരികയായിരുന്നു ഞാനെന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ആരും പറഞ്ഞില്ലെങ്കിലും അച്ചുവിന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. നാളെ അർച്ചനേച്ചി ജയിച്ചാലും വേണ്ടില്ല, അച്ചുവിനെ വെറുതെ വിടണേ ദേവി എന്ന് രുക്കു അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അർച്ചനയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, നാളെ അച്ചുവിന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാൻ കഴിയണേ എന്ന്. എന്നാൽ മഞ്ജു പ്രാർത്ഥിക്കുന്നത്, നാളെ അർച്ചന ചേച്ചിക്ക് ആ മരുന്ന് കൊടുക്കുന്നത് കാരണം ചേച്ചി കോടതിയിൽ എത്തരുതേ എന്നാണ്.
ചിന്നു ആണെങ്കിൽ ചന്ദ്രാന്തത്തിൽ വിളക്ക് കൊളുത്തി അച്ചുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നത്. ചന്ദ്ര എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, നാളെ നിന്റെ കുഞ്ഞമ്മാവിനെ വെറുതെ വിട്ടാൽ നിന്റെ അച്ഛൻ തോൽക്കില്ലേ? വെറുതെയാണ് നിനക്ക് നിന്റെ അച്ഛനോടുള്ള സ്നേഹം. നിനക്ക് നിന്റെ അച്ഛനോട് സ്നേഹമുണ്ടെങ്കിൽ നാളെ ആ കേസിൽ തോൽക്കരുതെന്ന് നീ പ്രാർത്ഥിക്കേ. നിന്റെ അമ്മയും അമ്മ വീട്ടുകാരുമാണ് വലുത്. അതിവിടെ ഒരാൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. അച്ചു നാളെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല. അഡ്വക്കേറ്റ് വിജയ് ശങ്കറിന്റെ കക്ഷിക്കായിരിക്കും ജയം. ചിന്നയുടെ കാര്യം ഇനി ദൈവം തീരുമാനിക്കട്ടെ എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോ ഇത് കേട്ട് ഇഷ്ടമാവാതെ ചിന്നു ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നുണ്ട്. അച്ഛൻ അങ്ങനെ രാത്രിയിൽ അച്ചുവിന്റെ കേസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത്. മഞ്ജു ചോദിക്കുന്നുണ്ട്, നാളെ അച്ചുവിന്റെ കേസിനെ കുറിച്ച് പഠിക്കുകയാണോ ചേച്ചി? നാളെ എത്ര മണിക്കാണ് ചേച്ചി രാവിലെ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അച്ഛനപ്പ പറയുന്നുണ്ട്, രാവിലെ നേരത്തെ തന്നെ പോവണം എന്നങ്ങനെ അർച്ചന പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട്, നാളെ എപ്പോ പോവുകയാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി. ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും ഞാൻ ഉണ്ടാക്കി തരാം. അച്ചുവിനെ കേസിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരികയല്ലേ, ആ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചേച്ചിക്ക് തരുന്ന ട്രീറ്റ് ആണ് അതെന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, ട്രീറ്റ് ഒന്നും വേണ്ട മഞ്ജു, പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, നാളത്തേക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഞാൻ ഇന്ന് വൈകിട്ടേ തുടങ്ങി ചേച്ചി. അപ്പൊ നാളെ ആ മരുന്നിന്റെ പണി അങ്ങോട്ട് തുടങ്ങിയാൽ മതി എന്ന് പറയുമ്പോ അർച്ചന ഒന്നും മനസ്സിലാവാതെ ചോദിക്കുന്നുണ്ട്, ഇത് മരുന്ന്? ഏത് മരുന്നിന്റെ കാര്യമാണ് മഞ്ജു നീ പറയുന്നത് എന്നങ്ങനെ അർച്ചന ചോദിക്കുമ്പോ മഞ്ജു തപ്പിത്തടഞ്ഞുകൊണ്ട് അർച്ചനയോട് വെപ്രാളപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, പിന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മരുന്നാണല്ലോ ചേച്ചി, ഇതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞങ്ങനെ ഒപ്പിക്കുകയാണ് മഞ്ജു. മഞ്ജു പറയുന്നതൊന്നും മനസ്സിലാവാതെ അർച്ചന അങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.